പ്രധാന കക്ഷികളില്ലാതെ ഘടകകക്ഷികൾ നേരിട്ട് മത്സരിക്കുന്ന ഒരു ഘടക പൂരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മണ്ഡല പരിചയത്തിൽ അപ്പൊ ഏതാണ് ആ ഘടകപൂര മണ്ഡലം എന്നല്ലേ? കേരള കോൺഗ്രസുകൾ നേർക്കുനേർ പോരാടുന്ന മണ്ഡലമാണ് കോട്ടയം. റബ്ബർ പോലെ വലിയുകയും ചുരുങ്ങുകയും ചെയ്യുന്ന കേരള കോൺഗ്രസുകളിൽ ഏതാണ് ഒറിജിനൽ എന്ന് തെളിയിക്കാൻ കൂടിയാണ് ഈ മത്സരം എന്ന് പറയാം. തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിച്ച് മത്സരത്തെ പ്രവചനാതീതമാക്കുകയാണ് NDA. മൂന്ന് മുന്നണികളെയും പ്രധാന കക്ഷികളല്ല, ഘടകകക്ഷികളാണ് മത്സരിക്കുന്നത് എന്ന പ്രത്യേകത ഇത്തവണ കോട്ടയത്തിനുണ്ട്. UDFന്റെ ഉരുക്ക് കോട്ടയാണ് കോട്ടയം. കോൺഗ്രസിനും കേരള കോൺഗ്രസിനും ആഴത്തിൽ വേരുകളുള്ള മണ്ണ്. എന്നാൽ ഇടതുപക്ഷവും പലപ്പോഴായി ഈ കോട്ട തകർത്തിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം രാഷ്ട്രീയത്തിനപ്പുറം കോട്ടയത്തെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നത് തന്നെയാണ്. 1977 തുടങ്ങുന്നു കോട്ടയത്തിന്റെ ചരിത്രം. കേരള കോൺഗ്രസുകാരനായ സ്കറിയ തോമസിനെ ആദ്യ 2 തവണയും ലോക്സഭയിലെത്തിച്ചു കോട്ടയംകാർ. എന്നാൽ പ്രവചനാതീതമായ മണ്ഡലമായി മാറിയത് 1984 മുതലായിരുന്നു. വീശിയടിച്ച ഇന്ദിരാ തരംഗത്തിലും ജയിച്ചു കയറിയത് സുരേഷ് കുറുപ്പ് എന്ന യുവ നേതാവ്. പിന്നീട് രമേശ് ചെന്നിത്തല എന്ന യുവ MLA കൊണ്ടുവന്ന് മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു UDF. 89, 91, 96 വർഷങ്ങളിലും UDFന് ആധികാരിക വിജയം. വീണ്ടും സുരേഷ് കുറുപ്പ് തന്നെ കളത്തിലിറങ്ങി. 1998-ലും 99-ലും 2004-ലും സുരേഷ് കുറുപ്പ് തന്നെ. എന്നാൽ 2009-ൽ ജോസ് കെ മാണി ജയിച്ചു കയറി. 2014-ലും അത് ആവർത്തിച്ചു. KM മാണിയുടെ മരണശേഷം രണ്ടായി പിളർന്ന കേരള കോൺഗ്രസുകൾ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം. ഇത്തവണ ജോസ് കെ മാണി വിഭാഗം LDFനൊപ്പമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. UDFന്റെ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ കേരള കോൺഗ്രസിലെ PJ ജോസഫും. വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസുകൾ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോഴും മത്സരം പ്രവചനാതീതമാണ്. KM മാണിയുടെ മരണശേഷം പാർട്ടി പിളർന്നതോടെ ജോസ് കെ മാണിയും കൂട്ടരും ഇടതുപക്ഷത്തെത്തി നിൽക്കുന്നു. PJ ജോസഫ് തന്നെയാണ് മറുപക്ഷത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത്. 2019 വരെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും UDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴികാടൻ LDFന് വേണ്ടി 2024-ൽ ഇറങ്ങിയിരിക്കുകയാണ്. ആത്മാർത്ഥതയോടുകൂടി ചിട്ടയോടുകൂടി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ ജനങ്ങളുടെ അംഗീകാരം കിട്ടും എന്നതിന് യാതൊരു സംശയവുമില്ല എന്ന് എന്റെ ജീവിതമാണ് തെളിയിച്ചത്. ജോസ് കെ മാണിയെയും കൂട്ടരെയും പിടിച്ചുകെട്ടാൻ UDF ഇറക്കിയതാകട്ടെ കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായ KM ജോർജിന്റെ മകനെ. ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എല്ലാവരും തന്നെ, ഞാൻ ഇതുവരെ കണ്ട ആരും തന്നെ ഒരു നെഗറ്റീവായിട്ടൊരു ഒപ്പീനിയൻ പറഞ്ഞില്ല. എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടെ 100% വിജയിക്കും. NDA സ്ഥാനാർത്ഥിയായി ഇത്തവണ എത്തിയിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്. മുഴുവൻ വോട്ടർമാരും പരമാവധി അവരൊക്കെ പ്രിഫർ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന ശ്രീ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന ഒരു ആളെ വേണം ജയിപ്പിച്ചു വിടാൻ എന്ന് ചിന്തിക്കുന്നവരാണ്. 3 മുന്നണികളിലും മുഖ്യകക്ഷികളല്ല മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയും കോട്ടയത്തിനുണ്ട്. ഘടകകക്ഷികളുടെ പൂരമാണിത്. രാഷ്ട്രീയത്തിനപ്പുറം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണ് മണ്ഡലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതാണ്ട് 11 ലക്ഷത്തോളം വരുന്ന ചെറുകിട നാമമാത്ര റബ്ബർ കർഷകർക്ക് ഇപ്പോഴും വലിയ പ്രതിസന്ധിയാണ്. റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ജെനുവിൻ പരിഹാരം കാണണമെന്നുള്ള ഒരു താല്പര്യം എടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. സെൻട്രൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള പോളിസി കൊണ്ട് തന്നെ വില കൂടി. ഇപ്പോൾ ഏതാണ്ട് 200-നടുത്ത് വിലയായി കഴിഞ്ഞു. മതസാമുദായിക സംഘടനകൾക്കും നിർണായക സ്വാധീനമുള്ള മണ്ഡലമാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികൾ സ്വീകരിക്കുന്ന നിലപാടുകളും നിർണായകമാണ്. മീനച്ചിലാർ പോലെ ശാന്തമായാണ് കോട്ടയം മണ്ഡലം കിടക്കുന്നതെങ്കിലും അടിയൊഴുക്കുകൾ പ്രവചനങ്ങൾ അസാധ്യമാക്കുന്നു. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. യെസ്, നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും കമന്റുമായി നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിൽ വരുന്നുണ്ട്. വിജയകുമാർ, ആരാണ് ഈ ജോസ്ഫിൻ ജോസഫ്? അറിയിച്ചുണ്ടോ? അല്ല, എല്ലാ ദിവസവും ജോസ്ഫിന്റെ കമന്റ് വരുന്നുണ്ട്. ഈ കമന്റ് പ്രത്യേകത ഉണ്ട്, എല്ലാം വിജയകുമാറിന് അനുകൂലമായ കമന്റുകളാണ്. എന്തോ അതെ, ഇന്നത്തെ കമന്റ് എന്താണെന്നറിയോ? ദിവസം കഴിയുന്തോറും വിജയകുമാറിന്റെ പ്രായം കുറഞ്ഞു വരികയാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇനി പ്രായം എന്നൊരു വാക്ക് നമ്മുടെ ഇലക്ഷൻ ആയിട്ടില്ല, കോഡ് ഓഫ് കോണ്ടക്ട് ആണ്. ആ വാക്ക് ഇല്ല കേട്ടോ, ഇനിയില്ല. അപ്പോൾ ഒരുപാട് പേര് മറ്റു വാർത്തകൾ പറയുന്നുണ്ട്. ഈ ഇലക്ഷന്റെ ഈ പെരുമാറ്റച്ചട്ടം എന്തൊക്കെയെന്ന് പറയാമോ എന്ന് രാജേന്ദ്രൻ രാമൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് വഴിയെ പറയാം. അതെ അതെ അതെ.